അർജുനായുള്ള തിരച്ചിൽ തുടരുന്നത് സംബന്ധിച്ച് ഇന്ന് നിർണായക തീരുമാനത്തിന് സാധ്യത. കർണാടകയിൽ ശിരൂരിലെ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനായുള്ള തിരച്ചിൽ തുടരുന്നത് സംബന്ധിച്ച് ഇന്ന് നിർണായക തീരുമാനത്തിന് സാധ്യത. ഗംഗാവലിപ്പുഴയിൽ കൂടുതൽ പോയിന്റുകളിൽ മത്സ്യത്തൊഴിലാളികളായ ഈശ്വർ മൽപേയും സംഘവും ഇന്ന് തിരച്ചിൽ നടത്തും. എന്നാൽ ഏറെ ശ്രമകരമായ ദൌത്യത്തിൽ ഫലം കണ്ടില്ലെങ്കിൽ എങ്ങനെ ദൌത്യം മുന്നോട്ട് കൊണ്ടുപോകുമെന്ന കാര്യത്തിൽ പ്രധാനപ്പെട്ട തീരുമാനം ഇന്നുണ്ടാകുമെന്നാണ് വിവരം. ദൌത്യത്തിന്റെ പുരോഗതിയിൽ ജില്ലാ കളക്ടർ ഇന്ന് സർക്കാരിന് റിപ്പോർട്ട് നൽകും. അതിർത്തി കാക്കാൻ കൂടുതൽ BSF ജവാന്മാർ കാശ്മീരിലേക്ക്. പാക് സൈന്യത്തിന്റെ പിന്തുണയോടെ ജമ്മുകാശ്മീരിലെ അതിർത്തി മേഖലകളിൽ നടക്കുന്ന നുഴഞ്ഞുകയറ്റം തടയാനുള്ള നീക്കത്തിന്റെ ഭാഗമായി ജമ്മുകാശ്മീരിലേക്ക് അതിർത്തി രക്ഷാസേനയുടെ കൂടുതൽ ബറ്റാലിയനുകൾ നിയമിക്കാൻ ധാരണ. മാവോയിസ്റ്റ് വിരുദ്ധ നീക്കങ്ങൾക്ക് നിയോഗിച്ചവരെയാകും ജമ്മുകാശ്മീരിലേക്ക് മാറ്റി നിയമിക്കുക. ഇന്നലെ പരിക്കേറ്റ 5 സൈനികരിൽ ഒരു സൈനികന്റെ നില ഗുരുതരമായി തുടരുന്നുവെന്നാണ് വിവരം. മലയാളി അടക്കം 10 പുതിയ ഗവർണർമാരെ നിയമിച്ച രാഷ്ട്രപതി. 10 പുതിയ ഗവർണർമാരെ നിയമിച്ച് രാഷ്ട്രപതി ദ്രൌപതി മുർമു. ശനിയാഴ്ച രാത്രിയാണ് രാഷ്ട്രപതി ഭവൻ ഇതു സംബന്ധിച്ച ഉത്തരവിറക്കിയത്. മലയാളിയായ കെ കൈലാസനാഥിനെ പുതുച്ചേരി ഗവർണറായി നിയമിച്ചു. വടകര സ്വദേശിയായ കൈലാസനാഥൻ 1979 ബാച്ച് IAS ഉദ്യോഗസ്ഥനാണ്. ലക്ഷ്മൺ പ്രസാദ് ആചാര്യയെ അസം ഗവർണറായി നിയമിച്ചു. മണിപ്പൂരിന്റെ അധിക ചുമതലയും നൽകി. സംസ്ഥാനത്ത് ഇന്ന് ശക്തമായ മഴ. 8 ജില്ലകളിൽ മഴ മുന്നറിയിപ്പ്. 3 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. സംസ്ഥാനത്ത് ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 8 ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് നൽകി. 3 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. വടക്കൻ ജില്ലകളായ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചത്. എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ടുണ്ട്. വടക്കൻ കേരളത്തിലെ 4 ജില്ലകളിൽ നാളെയും യെല്ലോ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ വടക്കൻ കേരള തീരത്തും കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിലും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് പോലീസ് ജീപ്പ് പുഴയിലേക്ക് മറിഞ്ഞു. തിരുവനന്തപുരം കരിക്കകത്ത് പോലീസ് ജീപ്പ് പുഴയിലേക്ക് മറിഞ്ഞു. പേട്ട പോലീസ് സ്റ്റേഷനിലെ ജീപ്പാണ് പാർവതി പുത്തനാറിലേക്ക് മറിഞ്ഞത്. ഇന്ന് പുലർച്ചെ 3 മണിയോടെയാണ് സംഭവം നടന്നത്. ബൈക്കിന് സൈഡ് കൊടുക്കവെ നിയന്ത്രണം നഷ്ടമായ ജീപ്പ് പുഴയിലേക്ക് മറിയുകയായിരുന്നു. വാഹനത്തിലുണ്ടായിരുന്ന 2 പോലീസുകാരും പരിക്കില്ലാതെ രക്ഷപ്പെട്ടു.